ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ വീണ്ടും ശാസ്ത്രീയ പരിശോധനയ്ക്ക് SIT. പാളികളിൽ നിന്നുള്ള സാമ്പിൾ ശേഖരണത്തിനായി അന്വേഷണ സംഘം ഇന്ന് സന്നിധാനത്തെത്തും. സ്വർണം പൂശിയ പാളികളിൽ നിന്നും മറ്റു ഉരുപ്പടികളിൽ നിന്നുമായി സാമ്പിൾ ശേഖരിക്കുന്ന പ്രക്രിയ 3 ദിവസത്തോളം നീളാനാണ് സാധ്യത. അതേസമയം മുൻ തിരുവാഭരണ കമ്മീഷണർ KS ബൈജുവിന്റെ ജാമ്യാപേക്ഷ ഇന്ന് കൊല്ലം വിജിലൻസ് കോടതി പരിഗണിക്കും. സ്വാഭാവിക ജാമ്യം ലഭിക്കാനാണ് സാധ്യത. മനീഷ് മഹിപാലുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. മനീഷ്, ഓരോരുത്തരായിട്ട് ഇങ്ങനെ പുറത്തിറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേസിൽ. അതിനിടെയാണിപ്പോൾ ഈ പരിശോധന അടക്കമുള്ള കാര്യങ്ങൾ എത്രത്തോളം ദ്രുതഗതിയിലാണ് എന്നുള്ളതുണ്ടായിരുന്നു. പക്ഷേ കോടതി പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്, ഇത് വിശദമായി തന്നെ പരിശോധിക്കേണ്ടതുണ്ട്. അപ്പോൾ ആ ഒരു ആശ്വാസം SIT സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഇതിപ്പോൾ വീണ്ടും ശാസ്ത്രീയ പരിശോധനയിലേക്ക് കടക്കുകയാണ്. ഇന്നിപ്പോൾ സാമ്പിൾ ശേഖരണം, അതെങ്ങനെയാണ് അതിന്റെ നടപടിക്രമങ്ങൾ? നിലവിൽ 2 തവണയാണ് VSSCയിൽ ശാസ്ത്രീയ പരിശോധന നടത്തിയത്. പക്ഷേ അതിൽ കൂടുതൽ വ്യക്തത വരുത്താൻ വേണ്ടിയിട്ടാണ് വിദഗ്ധ ശാസ്ത്രീയ പരിശോധനയ്ക്കായി 3 ദിവസം നീളുന്ന ഒരു നടപടികളാണ് നിലവിൽ SIT ഉള്ളത്. SITയുടെ കൂടെ ഇവിടെ പ്രത്യേക സംഘം കൂടി ഉണ്ട് എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. ലീഗൽ മെട്രോളജി ഗോൾഡ് അസസ്മെന്റ് വിഭാഗം കൂടി പങ്കെടുക്കുന്ന 3 ദിവസത്തെ ഒരു പരിശോധന, സാമ്പിൾ ശേഖരണമായിരിക്കും ഉണ്ടായിരിക്കുക. അതിനു മുന്നേ തന്നെ ഇന്ന് പമ്പയിൽ രാവിലെയോ ഉച്ചയ്ക്കോ SITയുടെ നേതൃത്വത്തിൽ ഒരു യോഗം ചേരും. അതിനുശേഷം വൈകിട്ടോടെ ആയിരിക്കും സന്നിധാനത്തെത്തി ശാസ്ത്രീയ പരിശോധനയ്ക്ക് വേണ്ട സാമ്പിളുകൾ ശേഖരിക്കുക. നേരത്തെ അത് VSSCയിൽ പരിശോധിച്ചെങ്കിൽ ഇത്തവണ അത് മുംബൈയിലെയോ ഹൈദരാബാദിലെയോ ലാബുകളിൽ പരിശോധന നടത്താനാണ് നിലവിൽ തീരുമാനം. എവിടെയായിരിക്കും പരിശോധന നടത്തുക എന്നടക്കമുള്ള കാര്യങ്ങൾ ഈ മാസം 19-ാം തീയതി ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിനെ അറിയിക്കേണ്ടത് കൂടിയുണ്ട്. ഈ കേസിൽ ഇതുവരെ 12 പ്രതികൾ പിടിയിലായി, പലരും പുറത്തുപോയി. പക്ഷേ കുറ്റപത്രം ഇനിയും സമർപ്പിക്കാനായിട്ടില്ല. കുറ്റപത്രത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എത്ര സ്വർണം നഷ്ടപ്പെട്ടു, അതായത് ദ്വാരപാലക ശില്പങ്ങളിലെ പാളികളിൽ നിന്നും ഒപ്പം തന്നെ കട്ടിളപ്പാളിയിൽ നിന്നും എത്ര സ്വർണം നഷ്ടപ്പെട്ടു, മറ്റ് ഉരുപ്പടികളിൽ നിന്ന് എത്ര സ്വർണം നഷ്ടപ്പെട്ടു. 1998 വിജയമല്യ പൂശിയ സ്വർണത്തിൽ നിന്നും പിന്നീട് 2019 വന്നപ്പോൾ എത്ര ഗ്രാം സ്വർണം കുറഞ്ഞു എന്ന കാര്യത്തിൽ ഇപ്പോഴും SITക്ക് വ്യക്തതയില്ല. അത്തരം കാര്യങ്ങളിലേക്ക് ഒരു വ്യക്തത വരുത്താൻ അത് കുറ്റപത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ്. കാരണം ഈ കേസിൽ പ്രതികളെ മാത്രം പിടികൂടിയാൽ മാത്രം പോരാ. ഈ കേസിൽ ഈ നഷ്ടപ്പെട്ട സ്വർണം എത്രയാണെന്നോ അത് വീണ്ടെടുക്കുകയും വേണം. ഇതിൽ എത്ര സ്വർണം നഷ്ടപ്പെട്ടു എന്ന കണക്ക് ബോധിപ്പിച്ചാൽ അത് വീണ്ടെടുക്കാനാകില്ല എന്ന കാര്യം കൂടി നേരത്തെ അത്തരം വാർത്തകൾ പുറത്തു വന്നാണ് കുറ്റപത്രത്തിൽ അങ്ങനെ പരാമർശം ഉണ്ടായേക്കും. കാരണം നിലവിൽ അത് പങ്കജ് ഭണ്ഡാരി, അതായത് ഹൈദരാബാദിലെ ചെന്നൈയിലെ സ്ഥാപനത്തിൽ കൊണ്ടുപോയി വേർതിരിച്ചതും ഒപ്പം തന്നെ ബെല്ലാരിയിലെ വ്യാപാരി ഗോവർദ്ധൻ അടക്കമുള്ള ആളുകൾ എങ്ങോട്ടേക്ക് കൊണ്ടുപോയി എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും വ്യക്തത വന്നിട്ട് അത്തരം കാര്യങ്ങൾ കൂടി വ്യക്തത വരുത്താൻ വേണ്ടിയിട്ടാണ് ആ സ്വർണത്തിന്റെ സംബന്ധിച്ചൊരു സാമ്പിൾ പരിശോധന നടത്തുന്നത്. ഓക്കെ, എന്തായാലും വീണ്ടും ശാസ്ത്രീയ പരിശോധനയ്ക്ക് ഒരുങ്ങുകയാണ്. അതിനായിട്ടുള്ള സാമ്പിൾ ശേഖരിക്കുക എന്നുള്ളതാണ് ഈ ഘട്ടം. മനീഷ് മഹിപാലാണ് വിശദാംശങ്ങൾ നൽകിയത്.